തമിഴ്നാട്ടിൽ CPM നേതാവ് MA ബേബി നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെ കേന്ദ്ര സർക്കാർ വെട്ടിമുറിച്ചു എന്നും നാളെ തമിഴ്നാടിന് നേരെയും അത്തരം അതിക്രമങ്ങൾ ഉണ്ടായേക്കാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ജനങ്ങളിൽ ഭീതിയും തെറ്റിദ്ധാരണയും പടർത്തുന്ന ഒന്നായിരുന്നു ആ പ്രസംഗം. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെ വാസ്തവം? കശ്മീരിൽ നടന്നത് എന്താണ്? തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കാം. MA ബേബി തന്റെ പ്രസംഗത്തിൽ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. കശ്മീരിനെ വെട്ടിമുറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ കശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി പൂർണ്ണമായി മാറ്റുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. പതിറ്റാണ്ടുകളായി ആർട്ടിക്കിൾ 370 എന്ന താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ കശ്മീർ ഒരു പ്രത്യേക ലോകമായിരുന്നു. അവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ പല നിയമങ്ങളും ബാധകമായിരുന്നില്ല. വിഘടനവാദികളും ഭീകരവാദികളും ആ സാഹചര്യം മുതലെടുത്ത് സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമാക്കി. എന്നാൽ മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീരിലെ സാധാരണക്കാരന് ഇന്ത്യയിലെ മറ്റേതൊരു പൗരനുമുള്ള എല്ലാ അവകാശങ്ങളും ലഭിച്ചു. ഇന്നവിടെ വികസനം ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. കല്ലേറുകളും ഭീകരാക്രമണങ്ങളും ഗണ്യമായി കുറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ കശ്മീർ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഈ സമാധാന അന്തരീക്ഷത്തെയാണ് അതിക്രമമെന്ന് MA ബേബി വിശേഷിപ്പിക്കുന്നത്. കശ്മീരിൽ നടന്നത് തമിഴ്നാട്ടിലും നടക്കാമെന്ന് പറയുന്നതിലെ രാഷ്ട്രീയ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. തമിഴ്നാടിനെ ഭാരതത്തിൽ നിന്ന് വേറിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു കള്ളപ്രചാരണം നടത്താൻ എളുപ്പമാണ്. എന്നാൽ വാസ്തവം എന്താണ്? തമിഴ് സംസ്കാരത്തെയും ഭാഷയെയും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെ ഏത് കോണിൽ പ്രസംഗിക്കുമ്പോഴും തമിഴ് ഭാഷയുടെ പഴക്കത്തെയും മഹത്വത്തെയും കുറിച്ച് പറയാൻ മറക്കാറില്ല. കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം എന്നിവയിലൂടെ തമിഴ് പാരമ്പര്യത്തെ ഉത്തരേന്ത്യൻ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സർക്കാരാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് തമിഴ് സംസ്കാരം കൂടിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ഭരണകൂടം തമിഴ്നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അതിന് കാരണം വ്യക്തമാണ്. മോദി സർക്കാരിന്റെ വികസന റെക്കോർഡുകളെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തമിഴ്നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം നൽകിയ തുക മുൻപുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഹൈവേകൾ, മെട്രോ റെയിൽ, പ്രതിരോധ ഇടനാഴികൾ തുടങ്ങി വലിയ പദ്ധതികളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഈ വികസന ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ എത്താതിരിക്കാൻ അവർക്ക് ഭയം എന്ന വികാരം ഉപയോഗിക്കേണ്ടി വരുന്നു. കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. ഇതൊരുതരം വിഭജന രാഷ്ട്രീയമാണ്. തമിഴ്നാട്ടിൽ വന്ന് MA ബേബി പറയുന്നത് ഡൽഹിയിലെ സർക്കാരിനെ നയിക്കുന്നത് RSS ആണെന്നാണ്. ഭാരതീയ ചിന്താഗതിയിലും ദേശീയതയിലും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ശത്രുവായി കാണിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണിത്. കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിനെ ഇത്തരത്തിൽ തരം താഴ്ത്തി സംസാരിക്കുന്നത് ജനാധിപത്യപരമായ ശരിയല്ല. ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം സുരക്ഷിതമായിരിക്കും. കാശ്മീരിലെ സമാധാനം രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവിടെ കൊണ്ടുവന്ന നിയമങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് തമിഴ്നാടിന്റെയോ മറ്റു സംസ്ഥാനങ്ങളുടെയോ അധികാരങ്ങൾ കവരാനുള്ളതല്ല. നമ്മുടെ രാജ്യം ഒരു വലിയ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ സമയത്ത് വികസനത്തെക്കുറിച്ച്, ഭാവി പദ്ധതികളെക്കുറിച്ചും സംവദിക്കുന്നതിനു പകരം ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ നടത്തുന്നത് നിർഭാഗ്യകരമാണ്. കാശ്മീരിലെ വികസനം നേരിട്ട് കാണാത്തവർക്ക് മാത്രമേ അവിടെ നടന്നതിനെ അതിക്രമം എന്ന് വിളിക്കാൻ സാധിക്കൂ. അതുപോലെ തമിഴ്നാടിനോടുള്ള പ്രധാനമന്ത്രിയുടെ സ്നേഹം കാണാത്തവർക്ക് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയും. വികസനത്തിന്റെ സത്യം തിരിച്ചറിയുന്ന ജനങ്ങൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ വരും ദിവസങ്ങളിൽ തള്ളിക്കളയുമെന്ന് ഉറപ്പാണ്. ഇനി കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി നേരിടാത്ത വിമർശനങ്ങളില്ല. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തെയും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഒരു വിഭാഗം എപ്പോഴും കൂടെയുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളിൽ ഒന്നും തളരാതെ അവയെല്ലാം വികസനത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. MA ബേബിയെ പോലുള്ളവർ കാശ്മീർ വിഷയത്തെ ഒരു അതിക്രമമായി കാണുമ്പോൾ ലോകം അതിനെ കാണുന്നത് ഭീകരവാദം തുടച്ചു നീക്കാനുള്ള ഒരു കരുത്തുറ്റ ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയായിട്ടാണ്. കാശ്മീരിൽ മോദി സർക്കാർ നടപ്പിലാക്കിയത് പതിറ്റാണ്ടുകളായി ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ്. ഇന്ന് കാശ്മീരിൽ വിദേശ നിക്ഷേപങ്ങൾ വരുന്നു. ഈ മാറ്റം കണ്ട് അമ്പരന്നവരാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്ന് ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. കാശ്മീരിലെ സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ സമാധാനം വിമർശകർക്ക് ദഹിക്കുന്നില്ല എന്നതാണ് സത്യം. തമിഴ്നാടിനെ കേന്ദ്രം തകർക്കുമെന്ന് പറയുന്നവർ ഒരു കാര്യം മറന്നു പോകുന്നു. തമിഴ് സംസ്കാരത്തെ മോദി സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനല്ല. എന്തിനാണ് ഇവർ മോദിയെ ഇത്രയധികം ലക്ഷ്യം വെക്കുന്നത്? കാരണം ലളിതമാണ്.
ഇന്ത്യയെ ലോകത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന അദ്ദേഹത്തിന്റെ ഉറപ്പ് നടപ്പിലാക്കുന്നത് അവർ കാണുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയിലൂടെയും ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തിലൂടെയും രാജ്യം മാറുന്നത് കാണുമ്പോൾ തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് വികസന ചർച്ചകളിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ ഭീതി എന്ന തന്ത്രം ഇവർ ഉപയോഗിക്കുന്നത്. വിമർശകർ കല്ലെറിയുമ്പോൾ ആ കല്ലുകൾ കൊണ്ട് വികസനത്തിന്റെ കോട്ട കെട്ടുന്ന രീതിയാണ് നരേന്ദ്രമോദിയുടേത്. MA ബേബി നടത്തിയ പ്രസംഗം പോലുള്ളവ ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് വെറും വാക്കുകളല്ല, മറിച്ച് മാറ്റങ്ങളാണ്. കശ്മീർ ആയാലും തമിഴ്നാടായാലും ഭാരതത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ വളരണമെന്ന മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. പലരും പരിഹസിച്ചു, പലരും കുറ്റപ്പെടുത്തി, ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവ് തന്റെ രാജ്യത്തിന് വേണ്ടി എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്ന് കാലം തെളിയിച്ചതാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നവർക്ക് വികസനത്തിന്റെ കണക്കുകൾ കൊണ്ട് തന്നെ ജനങ്ങൾ മറുപടി നൽകും. വിമർശകർക്ക് അവരുടെ പണി തുടരാം. മോദി തന്റെ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള യാത്രയും തുടരും. രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾ തന്നെ വസ്തുതകൾ മറച്ചുവെച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നത് എത്രത്തോളം ശരിയാണ്? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ MA ബേബിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയമായ പാപ്പരത്വം കൊണ്ടാണ്. ഭയം വിൽപ്പനയ്ക്ക് വെച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും. നരേന്ദ്രമോദി എന്ന നേതാവ് ഇന്ന് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ കരുത്തുറ്റ ശബ്ദമായി മാറിയിരിക്കുകയാണ്. കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുമ്പോഴും രാമക്ഷേത്ര നിർമ്മാണം വേളയിലും ഡിജിറ്റൽ വിപ്ലവം നടപ്പിലാക്കുമ്പോഴും ഇതേ വിമർശകർ പരിഹാസങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. ഇതൊന്നും നടക്കില്ല, എന്നും രാജ്യം തകരുമെന്ന് അവർ പ്രവചിച്ചു. എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ തവണയും അദ്ദേഹം കൂടുതൽ കരുത്തോടെ മുന്നേറി. വിമർശകർക്ക് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുക എന്നതല്ലാതെ ഇന്ന് മറ്റൊരു പണിയുമില്ലാത്ത അവസ്ഥയാണ്. അവർ അദ്ദേഹത്തെ പരിഹസിക്കും, RSS സർക്കാർ എന്ന് വിളിച്ച് ജനങ്ങളെ പേടിപ്പിക്കും, വിഘടനവാദത്തിന്റെ കഥകൾ മെനയും. പക്ഷേ അവർ കാണാതെ പോകുന്ന ഒരു സത്യമുണ്ട്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ വോട്ട് ബാങ്കിനോ വേണ്ടിയല്ല, മറിച്ച് ഭാരതത്തിന്റെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. തമിഴ്നാടിന്റെ കാര്യമെടുത്താൽ അവിടെയുള്ള ഓരോ തമിഴ് സഹോദരനും അറിയാം കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്രം അവിടെ എത്തിച്ച വികസനത്തിന്റെ തോത്. തമിഴ് പൈതൃകത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ പേര് പറഞ്ഞ് തമിഴ് ജനതയെ ഭയപ്പെടുത്താൻ നോക്കുന്നത് വെറുതെയാണ്. ഒടുവിലായി ഒരു കാര്യം കൂടി, ഒരു കരുത്തനായ നേതാവ് രാജ്യത്തിന്റെ നന്മയ്ക്കായി തീരുമാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തടസ്സങ്ങൾ ഒരുപാട് വരും, കല്ലേറുകൾ ഉണ്ടാകും. എന്നാൽ ആ കല്ലുകളെല്ലാം വികസനത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റുന്നതാണ് നരേന്ദ്രമോദിയുടെ ശൈലി. വിമർശകർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഭാരതത്തിന്റെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള ഈ യാത്രയിൽ അദ്ദേഹം തളരില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.